നമ്മൾ അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ? പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാനായിരിക്കും. എന്താ നന്നായി ചായയും കടിയും കഴിക്കായിരുന്നു. നിനക്ക് എപ്പോഴും തിന്നുന്നേ കുടിക്കുന്ന കാര്യമുള്ളൂടെ? മുത്തുലക്ഷ്മി ഒന്നും വീട്ടിൽ ഉണ്ടാക്കി തരുന്നില്ലേ? വീട്ടിൽ മാത്രം കഴിച്ച് പുറത്തുനിന്ന് കഴിക്കണ്ടേ? ഈ റോഡ് വരുന്നു നമ്മൾ ഭരിച്ചപ്പോൾ എന്ത് അന്തസ്സായിട്ട് കിടന്നേ. ആ സമയത്ത് ടാർ ചെയ്തിട്ടില്ലായിരുന്നു, വിട്ട് റോഡല്ലായിരുന്നു. ആ ടാർ ചെയ്തില്ലെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് കിടന്നില്ലേ? ഇപ്പൊ ഇത് ടാർ ചെയ്തല്ലേ ഇങ്ങനെ കുളവാക്കിയിട്ടായി. എന്താ അതെ, 2022 പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഒരു പരാതി കൊടുത്തിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കൊടുത്തിരുന്നു എന്നുള്ള വിവരം പൂരാടം ശശിയോട് ഏത് മഹാനാണാവോ പറഞ്ഞത്? ഞാൻ പറയുന്ന ആളെയൊന്നും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവൻ പറയില്ല എന്ന് നിനക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞോ ഇല്ലെന്നുള്ളത് എനിക്കറിയാം. ഏതോ ഇങ്ങനെ ദിവസം അപേക്ഷ വേണ്ടി ഓഫീസിലോട്ട് കയറി എന്നെ കണ്ടപ്പോൾ പൂരാണ് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. കേട്ടില്ലെന്നാണല്ലോ, അറിയാതെ പറഞ്ഞു പോയി. എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ പൂരാടം, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ പാർട്ടി രഹസ്യങ്ങളായിരിക്കണം, അല്ല നടന്ന് വിളമ്പാനുള്ളതല്ല. അല്ലല്ലേ എന്തായാലും വല്ലതും നടക്കുമോ? നടക്കുമെന്ന് ചോദിച്ചാൽ ആരൊക്കെ എൻ്റെ പിന്നിൽ നിന്നിട്ട് എന്നെ ചവിട്ടി താക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ വിടൂല. ഞാൻ ആ CCTV ദൃശ്യങ്ങൾ വാങ്ങും. അത് വാങ്ങിയിട്ട് അത് കുത്തിപ്പൊക്കി അത് പരസ്യമാക്കി ആളുകൾ മുമ്പിൽ കൊണ്ടു വന്നിട്ട് പോലീസുകാരന്മാർ 5-6 ഞാൻ അവിടെ നിന്ന് തൊപ്പി തെറിപ്പിക്കും. നീ നോക്കിക്കോ. അല്ല മച്ചമ്പി, ഇതിപ്പോ ഈ CCTV ഫൂട്ടേജ് ഒക്കെ പൊക്കിക്കൊണ്ടൊന്ന് കേസാക്കാൻ നിൽക്കുവാണെങ്കിൽ കനമച്ചമ്പി അത് ബാധിക്കത്തില്ലേ? അളിയനും മച്ചമ്പേക്ക് അങ്ങ് വീട്ടിൽ കേട്ടാ. എനിക്ക് പാർട്ടിയും പാർട്ടിയിലെ അണികളുമാണ് വലുത്. എന്നാലും ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് SI ടെസ്റ്റോ എന്തൊക്കെയോ പുള്ളി പഠിച്ചോണ്ടിരിക്കുക. വലിയ പ്രതീക്ഷയില്ല ഇത് പൊങ്ങി വന്ന പണിയാവേ. ഞാൻ അതിലും വലിയ പ്രതീക്ഷയില്ല ഈ CCTV ഫുട്ടേജ് എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. കിട്ടിക്കഴിഞ്ഞാലല്ല പിന്നെ അവൻ്റെ കാര്യം പോക്കാം. പിന്നെ അവന് കാക്കിയിടാനുള്ള യോഗമില്ല. കാലാകാലം വീട്ടിൽ നിന്ന് ഇങ്ങനെ പഠിച്ചിരിക്കാം പ്രതീക്ഷയോടെ. എമ്മാടത്തരം കാണിക്കുമ്പോൾ ആലോചിക്കണോടെ. പാർട്ടിയാണെങ്കിലോ ദേഹത്തോട്ട് എന്താ എല്ലാവരും ഉണ്ട്. ഇവൻ മാത്രമല്ല, മറ്റേ സുരേഷ്, മറ്റേ സഹായദാസ്, മമ്മൂട്ടി, മോഹൻലാൽ, എന്താ കുറേ ഉണ്ടല്ലോ അവൻ്റെ. എല്ലാവരെയും ഞാൻ നോക്കിയോ പറത്തും ഇടും. കുറേ നാളായി. അവനത് ഇഷ്ടപ്പെട്ടില്ലളിയാ. അവൻ്റെ ഇഷ്ടം ആര് നോക്കണ്? അല്ല ഇതെന്തൊരു കല്യാണമല്ലോ അവന്. അവൻ ഇഷ്ടപ്പെടാനും അവനെ ചോറ് ഇവിടെയും കൂറ അവിടെയാണ്. ഞാൻ അവനെ കൊടുങ്ങാവിളേക്ക് കയറ്റി വിടണുണ്ട്. പാവല്ലേ എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴേ പഴയ ഗുരു ആ വീട്ടിൽ വരുന്നടി. എവിടെ? എനിക്ക് നിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ തലയിലോട്ട് റോഡ് എടുത്ത് അടിക്കാനാ തോന്നുന്നത്. തല കാണിച്ചു വെച്ചേക്കണോ? താരനാന്നും പറഞ്ഞ എല്ലാവരും തല അങ്ങ് മുട്ടയടിക്കുമല്ലേ? എന്ത് ഞാൻ എന്ത് ചെയ്ത്? വൃത്തിക്ക് കുളിക്കണം. നല്ല എണ്ണ ഇട്ട് ഇടയ്ക്ക് മസാജ് ചെയ്യണ്ടേ? അതുകൊണ്ടല്ല താരം വരണം. അല്ല, നല്ല എണ്ണ ഇട്ട് പിന്നെ നല്ല എണ്ണ ഇട്ട് മസാജ് ചെയ്തിട്ട് ഷാമ്പൂ ഇട്ട് കഴുകണം. ഈ ഷാമ്പൂ ഇരിപ്പോണ്ട് എല്ലാം ഇരിപ്പോണ്ട്. ഏട്ടൻ ഒന്നും ചെയ്യത്തില്ല. എന്താ തലമുട്ടടിക്കാൻ എന്താ കുഴപ്പം? ഈ ചൂട്ടത്ത് തലമുട്ടടിക്കണ നല്ലത്. ഈ കണ്ണിൽ ഈ കുരുവൊക്കെ വരുന്ന ചൂടുള്ളോണ്ടല്ലേ. ചിക്കൻ ഒന്നും ഇനി കഴിക്കണ്ട ഏട്ടൻ. ചിക്കനും ഇല്ല, മുട്ടയില്ലേ, ഒന്നുമില്ല. ഇന്നലെ ഒരു മുട്ട നിരോധിച്ചു. കുറച്ച് ദിവസത്തേക്ക് മുട്ടയൊന്നും കഴിക്കണ്ട. ഇതൊക്കെ ഒന്ന് മാറും. ഇത് അതുകൊണ്ടല്ലേ ഒരുപാട് വായിക്കുന്നുണ്ടാണ്. ഇപ്പൊ ഒരുപാട് കാര്യം ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നുണ്ടുള്ള സമയമാണ്. ഇതാണ് കണ്ണിൽ കുരുവൊക്കെ ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോൾ. ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ടെന്നേ. പിന്നെ പരീക്ഷയ്ക്ക് പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞ എനിക്കിപ്പോ അതറിയണ്ട. നീ തല എന്തിനാ മുട്ടയടിച്ച്? താരനുള്ള ആൾക്കാർ ഇതാണോ ചെയ്യണത്? ആണോ കനക? മനുഷ്യന്റെ വെട്ടത്ത് ഇറങ്ങാന്നാണ് മാമന്റെ ചോയ്സ് അല്ലേ? ഞാൻ ആലോചിച്ചോട്ടെ, എനിക്കിപ്പോ സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ മര്യാദയ്ക്ക് SI ടെസ്റ്റിന് വേണ്ടി പഠിച്ചോണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഞാനൊന്നും ഒരു പുതിയ മുഖം. അപ്പൊ ഈ പ്രൊമോഷന് വേണ്ടിട്ട് പരീക്ഷ എഴുതണോ? പിന്നെ ചുമ്മാ പറ്റുമോ? PSC വിളിച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പൊ നമുക്ക് സർവീസ് ഉള്ളവർക്ക് 10% പേർക്ക് അതിനുള്ള ഒരു ഇതുണ്ട്. 10% നമുക്ക് കിട്ടും. അതല്ലേ? ചുമ്മാ കിട്ടില്ല. നമ്മളെല്ലാരും പോലെ ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് എഴുതി പാസ്സായി ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യണം. ടെസ്റ്റ് എഴുതാൻ പോകുന്നില്ല, പാസ്സും ആവുന്നില്ല, പ്രൊമോഷൻ വരാൻ പോകുന്നില്ല. ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താ? മച്ചമ്പിക്കൂടെ പണി കിട്ടാനാണ് സാധ്യത. ഈ ഇലക്ഷൻ പ്രമാണിച്ചേ DDT പാർട്ടി ജനകീയമാവേണ്ടി ചില പരിപാടികളുടെ ചരടുവലികൾ നടത്തുന്നുണ്ട്. അതിനകത്ത് കനവും മച്ചും എപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുമായിട്ടൊക്കെ ഇപ്പോഴില്ലേ
ഈ പ്രതികളെ കൊണ്ടുപോയിട്ട് സെല്ലിനകത്ത് ഇടിച്ച പോലെ CCTV വന്നിട്ട് വാർത്തയായില്ലേ, നമ്മൾ TV-യിലും പത്രത്തിലൊക്കെ കണ്ടില്ലേ, അങ്ങ് വടക്കൊക്കെ പോലീസുകാര്. അതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടെ? 2022 DDTയുടെ ഒരു പ്രവർത്തനം പൂജപ്പുര സ്റ്റേഷനിൽ കൊണ്ടിട്ട് ആക്രമിച്ചു, ലോകപ്രവർത്തനം. ആ കേസ് ഇപ്പൊ വിവരാവകാശ നിയമപ്രകാരം കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. ആ CCTV ഫുട്ടേജിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആ തല്ലിനകത്ത് കനകമച്ചമ്മി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ ദൈവമേ, അല്ല നീ അങ്ങ് തല്ലിയിട്ടുണ്ടോ? നിങ്ങൾ വരുമ്പോ അതിൻ്റെതായ രീതി ചെയ്യാം, അല്ലാതെ മൂന്നാം പറഞ്ഞ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാറൊന്നുമില്ല. ഒന്ന് ഓർത്ത് നോക്കിയാട്ടാ. എനിക്ക് തന്നെ അറിഞ്ഞൂടെ? അച്ചമ്പി അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ CCTV-ക്കകത്ത് ഇപ്പൊ തല്ലുന്നവരുടെ കൂട്ടത്തിൽ അച്ചമ്പി നിന്നാലും പ്രതിസ്ഥാനത്ത് വരും. അല്ലടാ, അത് ഈ ആ കൊല്ലം ഇവൻ അവിടെ സ്റ്റേഷനിലുണ്ട് എന്നുള്ള വിവരം ക്ലീറ്റോനെ അറിയാലോ. അപ്പൊ ഇത് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ഇവൻ പെടുന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അളിയനല്ലേ അവൻ പിന്നെ ഇതിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിന്റെ ആവശ്യമാണ്? ഇപ്പൊ ഇലക്ഷൻ വരുമല്ലേ, DDT ജനങ്ങളുടെ കൂടെ ഇന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരും ഇതേപോലുള്ള പരിപാടികൾ കൂടപ്പുറപ്പ് മണിയനൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മച്ചമ്പിക്ക് സ്വന്തം കുടുംബത്തിലിട്ട് തന്നെ പണിയേറാ. അത് ചില അമ്മായിയമ്മമാരുണ്ട്, ഈ മോൻ ചത്താലും വേണ്ടൂല മരുമോള് വിധേയമാവാൻ വേണ്ടി പ്രാർത്ഥിക്കും പോലെ. ചിലപ്പോ മേൽക്കടകത്തിന്റെ തീരുമാനമായിരിക്കാം, മനസ്സിലായില്ലേ? അച്ചമ്പിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എന്തൊക്കെയോ പേപ്പറൊക്കെ, പഴയ പേപ്പറുകൾ എന്തൊക്കെയോ എടുത്തോണ്ട് പോണ്ടായിരുന്നു, കണ്ടില്ലേ? അവനാ ഇവനിത് എന്ത് ഭാവിച്ചാടാ? അങ്ങനെ പണിയാവും, നാണക്കേട് പോവും, വാർത്തയാവും. നാണക്കേടാവും. ഏട്ടനെങ്ങനെ ഇടിച്ചിട്ടുണ്ടായിന്? അല്ല ആരെങ്കിലും അങ്ങനെയൊന്നുമില്ലടി. നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ന്യൂസുകാരൊരു വാർത്ത ഇട്ടാൽ നോക്കിയിരിക്കല്ലേ, അവരത് അങ്ങേ അറ്റത്തോളം കൊണ്ടുപോകും. അതിൽ ആരൊക്കെ പെടുമെന്ന് വരുമ്പോഴറിയാം. ഇവനിതിന്റെ വല്ല ആവശ്യമുണ്ട്? സാധാരണ കൊച്ചു പിള്ളേർക്ക് കൃമിക്കുത്ത്, ഇത് മുതുക്കായിട്ട് ഇതിന്റെ ഒന്നും കൃമിക്കുത്ത് മാറിയിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കും. എന്റെ പൊന്നു ക്ലീറ്റോ, നിങ്ങൾ അവന്റെ തലവേദന ഉണ്ടാക്കി വെക്കുവാണോ പിന്നെയും പിന്നെയും? അവൻ്റെ തലവേദന മാത്രമല്ല, അവന് പനിയും ഛർദിലും തൂറ്റലും എല്ലാം വരുത്തും ഞാൻ. നീ നോക്കിക്കാൻ ഓടും. നിങ്ങൾക്ക് എന്താ ക്ലീറ്റോ? അവൻ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോവാണ്, നിങ്ങൾ അതെല്ലാം ഇല്ലാണ്ടാക്കുവോ? ആണാ? അവൻ ടെസ്റ്റ് എഴുതാൻ പോണാ? അവൻ എന്തിനെഴുതണ? സമയം കളയണ്ടെന്ന് പറ. ഓഹോ, എന്തൊരു ദണ്ണം പെങ്ങക്ക്. ആങ്ങളേക്ക് ഞാൻ ഒരു പണി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പം യവന്മാർ ലോക്കപ്പിട്ട് മർദ്ദിച്ചില്ലേ? അവൻ ഇതുപോലെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അന്ന് ഇവർക്കൊന്നും ആ സങ്കടം തോന്നിയില്ലല്ല. എന്തുകൊണ്ട് തോന്നിയില്ല? അവിടെ കൂടുതൽ സംസാരിക്കണ്ട കേട്ടാ. എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ അണികളുമാണ് വലുത്. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങൾ ഈ പോലീസുകാരോടുള്ള ദേഷ്യത്തിനല്ലല്ലോ കാണിക്കുന്നത്, നിങ്ങൾ അവനോടുള്ള ദേഷ്യത്തിനല്ലേ? അല്ലേ? കനകൻ മാത്രമല്ല നിങ്ങളുടെ ശത്രു, അല്ലാതെ പോലീസുകാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്. അവൻ പോലീസ് അല്ലേ? അല്ലേ? അങ്ങനെ നോർമൽ ഒരു പോലീസാണ്, നമ്മുടെ ബന്ധുവല്ലേ, മാമനല്ലേ? ആണാ? ബന്ധോ സ്വന്തോ ഒക്കെ നിങ്ങൾക്ക്, എനിക്കതൊന്നുമില്ല. എനിക്കെന്റെ പാർട്ടിയാണ് വലുത്. വലിയ പാർട്ടി എന്താടി പാർട്ടി? പാർട്ടിക്കാരുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ രാജ്യത്ത് പലതും നടക്കുന്നത്. അത് നല്ല കയ്യൂക്കുള്ള പാർട്ടിക്കാരല്ല നിങ്ങളെ പോലെ. കയ്യൂക്കുണ്ടോ ഇല്ലെന്ന് കാണിച്ചു തരാം, നീ നോക്കിക്കോ. നിന്റെ പോലീസുകാരെ കയ്യൂക്കല്ലോ തീരാൻ പോവാണ്. ഒന്നുമില്ല. ഇപ്പൊ ലോകമർദ്ദനം എത്ര ആയിന്നറിയാമോ? ഈ മർദ്ദിച്ചവരെല്ലാം അതിന്റെ എത്ര അപേക്ഷ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? വിവരാവകാശ നിയമപ്രകാരം വീഡിയോ ഫുട്ടേജിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് കിട്ടട്ടെ. ഞാൻ ഇത് കൊടുത്തതിന്റെ ഫുട്ടേജ് കിട്ടട്ടെ അവൻ്റെ. എന്നിട്ടാണ് എന്റെ അളിയനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ പേരിൽ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നിങ്ങളിവിടെ താമസിക്കുമോ? നിങ്ങളിവിടെ താമസിപ്പിക്കുവോ? ഇല്ല, ഞാൻ ഇവിടുന്ന് താമസം മാറും. അതറിഞ്ഞാൽ മതി. എന്നിട്ട് അവൻ ഇവിടുന്ന് താമസം മാറുമല്ലോ. ഈ കേസ് കൊടുത്ത് അവൻ പ്രതിയായി കഴിയുമ്പോൾ ജയിലിലാവുമല്ലോ. ജയിലിലായി കഴിയുമ്പോൾ ആ വീട്ടിൽ പോയി ഞാൻ താമസിക്കും, അപ്പുറത്ത് അവൻ താമസിക്കുന്നിടത്ത്. കൊണ്ടിരിക്കണോട്ടോ ഇപ്പൊ ചാടി പോരും പേപ്പറിലോട്ട്. പോന്നു വേറെ പോടി. പോലീസിന്റെ അതിക്രൂര ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2.5 വർഷത്തിന് ശേഷം വിവരാവകാശ കമ്മീഷന്റെ നിയമ പോരാട്ടത്തിലൂടെ പുറത്തു വന്നു. അടിപൊളി. വെറുതെ അല്ല ക്ലീറ്റോ, ഇതൊക്കെ കണ്ടിട്ടാണ് അവൻ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നമ്മ, എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ് വലുത്. അവനിപ്പോൾ എന്താണ് 10 പേര് ശ്രദ്ധിക്കപ്പെടണം, അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. അവൻ ഇന്നാരത്ത് ബന്ധങ്ങളോ മുറയോ ഒന്നുമില്ല, ചെയ്യട്ടെ. തളരാത്ത നിയമ പോരാട്ടം. വിവരാവകാശ നിയമപ്രകാരം ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഇത് അപൂർവം. ഈ ചങ്ങാതിയെ സമ്മതിക്കണം കേട്ടോ, ഇയാൾ അപാര മനുഷ്യനാ. പക്ഷെ ഇതുപോലെ ഒന്നല്ല നമ്മുടെ ക്ലീറ്റസ്.
അമ്മ അവനെ സംബന്ധിച്ച് എന്താണ്? എൻ്റെ വഴി മുടക്കുക, എനിക്കിട്ട് പണിയുക, എനിക്കിട്ട് താങ്ങുക, ഞാൻ വളരുന്നുണ്ടെങ്കിൽ അതിനെ ഒടിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. ആ ബാധിക്കാഞ്ഞാ മതി. ആ ഇതൊക്കെ എന്നെ ബാധിക്കണതിന്. നേതാവേ എങ്ങനെയുണ്ട് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന് ക്രൂരമർദ്ദനം ഉണ്ടായ മറ്റേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നോ? ഇവരുടെയൊക്കെ പോലീസല്ലേ, ദൃശ്യങ്ങൾ കിട്ടാൻ ഇച്ചിരി വൈകും, മനഃപൂർവ്വം വൈകിക്കണതായിരിക്കും. എടാ ഇതൊക്കെ അറിയാതുണ്ടെങ്കിൽ പിന്നെ അതിന് അങ്ങോട്ട് പിന്തിരിഞ്ഞൂടെ? അങ്ങനെ പിന്തിരിയാൻ നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. ഇതിന്റെ പ്രതിഷേധമായിട്ടേ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നാളെ മുതൽ രാപ്പകൽ സമരം ക്ലീറ്റസ് മത്തായുടെ നേതൃത്വത്തിൽ. നീയാ? പിന്നെ ഞാനല്ലാതെ ആര്? എൻ്റെ അല്ലേ ആവശ്യം, എൻ്റെ പാർട്ടി, എൻ്റെ അണികൾ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, കുറെ നാളായിട്ട് അവിടെ കുറെ പെണ്ണുങ്ങൾ പാവം സമരം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അവർക്കൊരു കൂട്ടാവും. അതെ, ഒരുപാടങ്ങ് കളിയാക്കല്ലേ. ഈ CCTV ദൃശ്യങ്ങൾ വരുമല്ലോ, വന്ന് കഴിയുമ്പോ കുറെ പോലീസുകാരുടെ ഒക്കെ പണി അങ്ങ് തെറിക്കും. നീ ഉദ്ദേശിക്കുന്നത് എന്റെ പണിയാണെങ്കിൽ, എന്റെ പണി തെറിപ്പിക്കാനാണ് എന്റെ ശ്രമമെങ്കിൽ അത് വെറുതെ കളയാതെ. എനിക്ക് ഈ പണി പോലെ അന്തസാരി ജോലി ചോദിക്കൂടാ. 4 പിള്ളേരെ വിളിച്ചിട്ട് അക്ഷരം പറഞ്ഞു കൊടുത്ത് എനിക്ക് പൈസ കിട്ടും. എന്റെ കുടുംബം പോറ്റാൻ എനിക്കറിയാം. അങ്ങനെയെങ്കിലും എന്റെ കുടുംബം പോറ്റും. വേറൊരു കാര്യമുണ്ട്, ഈ കേസിന്റെ CCTV ദൃശ്യങ്ങൾ വരുമ്പോ നീ അകത്താവും. പിന്നെ അകത്ത് കിടന്ന് നിനക്ക് ജയിലിലെ പ്രതികളെ പഠിപ്പിക്കാം, അല്ലാതെ പിള്ളേരെ പഠിപ്പിക്കാം. അതാണ് നിന്റെ മനസ്സിൽ. ഇവിടെ അപ്പോഴറിയാൻ ബാക്കി. നിങ്ങൾ ഒരു കുടുംബത്തിലെ അളിയന്മാരെ അത് മറക്കരുതിട്ടാ. ഈ തെങ്ങിന്റെ ചോട് ഇങ്ങനെ പുല്ല് മാന്തിയിട്ട് കാര്യമില്ല, തൊടിയിലെ എല്ലാ പുല്ലും വെട്ടിക്കളയണം. ആ പപ്പന്റെ ചെക്കല്ലേ, അവപ്പോ ഒരു പുല്ല് വെട്ടണം മറ്റേ മിഷ്യൻ മേടിച്ചിട്ടുണ്ടാ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിന് 250 ഉറുപ്പിക കൊടുത്താൽ മതി. ഒരു 4 മണിക്കൂർ അവനെ കൊണ്ട് അങ്ങോട്ട് ഓടിച്ചാൽ ഈ പുല്ല് മുഴുവനും കളയാം നമുക്ക്. അവന്മാർ വന്നാലുള്ള കുഴപ്പം, ഇവിടെ ചെറിയ ചെറിയ മറ്റേ കറിവേപ്പിലയും വേപ്പിലയും ഒക്കെ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. അത് അവന്മാർ മെഷീൻ വെച്ച് ഒറ്റ അടിയാൻ കടിക്കും. അവന്മാർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കത് പേണി വളർത്തുന്ന സാധനങ്ങളല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, എനിക്ക് പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചീരത്തോട്ടത്തിൽ 2 ബംഗാളികളെ കൂടെ ഇവിടെ ഒരു ദിവസം അവരെ വെച്ചിട്ട് ഇതൊക്കെയാണ് പണിപ്പിച്ചോ. എന്നിട്ട് ആ കൂലിയ കൊടുത്തായി വിടൂ. അപ്പോൾ ഞാൻ വിട്ടിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് 2 ആൾക്കും ഒഴിവുള്ളൊരു ദിവസം പറ. അല്ലാണ്ട് അവരും വന്നു കഴിഞ്ഞാൽ നിരങ്ങിയിട്ട് ഓരോന്ന് വെട്ടി പറഞ്ഞിട്ട് എൻ്റെ നെഞ്ഞത്ത് കയറാനല്ലേ. 2 കാര്യം വിട്, ഞാൻ എന്തായാലും ലീവ് ഉള്ളപ്പോൾ നിൽക്കാം. പക്ഷെ എനിക്ക് ലീവ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ, ജോലിക്കാരെ കിട്ടാണ് പാട്. അവിടെ അവർ ഒഴിഞ്ഞു വരുന്ന ദിവസം നോക്കിയിട്ട് അമ്മ പയ്യങ്ങി കൊണ്ടുവന്നാൽ മതി. അമ്മ അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ നോക്കണത്? അത് ശരി. അപ്പൊ മൊത്തത്തില് പണി ഞാൻ എടുക്കണം ഇവിടെ. അമ്മാവനല്ലേ? പോയി, അതാ പ്രശ്നം. അമ്മാവൻ ആരാ? അമ്മാവൻ ആരാ? ആ പിന്നെ അങ്ങോട്ട് സൂപ്പിച്ചതിന്റെ മുകളിലേക്ക് കയറ്റല്ലേ കേട്ടാ. ഇപ്പൊ പോണോ? 2 ചോട് കളിക്കാൻ പറഞ്ഞ ഇപ്പൊ പോകും. എന്നാ പറയുന്നോട്ടെ. പാടാ, ഞാൻ നിങ്ങളെ അവിടെ എല്ലാം തെരഞ്ഞ്. ഇന്നാണ് മറ്റേ രാപ്പകൽ സമരം തുടങ്ങി ക്ലീറ്റ മച്ചമ്പി. ഓ ഇന്നാണ്? ഇന്ന് തുടങ്ങി. അല്ല അപ്പൊ ഈ പോയില്ലേ? ഞാൻ പോയി. ഞാൻ കുറച്ചേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് വരുവാ. ആളൊക്കെ ഉണ്ടാടെ? ഒരു 10-12 പേരുണ്ടായിരുന്നു. അപ്പക്കൂട്ട സാറ് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പോയപ്പോഴത്തേന് അവരെല്ലാം പോയി. അപ്പൊ ക്ലീറ്റ അവിടെ പന്തലിരിപ്പുണ്ട്. ഓ പറഞ്ഞ പോലെ അവനാണല്ലോ സമരം ചെയ്യണില്ലേ. പിന്നെ അൻസാറും നടരാജനും പുരുഷും അവരുടെ അപ്പുറത്തെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നു. പന്തലി മച്ചമ്പി മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ 2 കൽപ്പിച്ചെന്നെ അല്ലേ? അല്ലേ, ഇതിപ്പോ ലില്ലി പറഞ്ഞ പോലെയാണ്. അവനൊരു വെളിവില്ല, വെള്ളിയാഴ്ചയില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട? ഇല്ല. ഇല്ലല്ലോ. എന്നാ വാ, ഇതൊന്ന് കൊത്തി കളക്കി. അങ്ങോട്ട് പോകണം. എവിടേക്ക്? തങ്കഞ്ചേട്ടത്തി വിളിച്ചായിരുന്നു. എവിടേക്ക്? വേളി തട്ടുംപുറത്ത്. പൊയ്ക്കോ, ബുദ്ധിമുട്ടുണ്ട. ഇനി കള്ളം പറയാൻ ഒരുപാട് പാടാ. നീ പറഞ്ഞത് ശരിയാ, അവൻ പോണെങ്കിൽ തന്നെ വഴി. അമ്മാവ അവനെയൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നില്ലേ. ഇതൊക്കെ എവിടം വരെ പോകും നമുക്കറിയാം. നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ടേ നല്ലൊരു വെട്ടെത്തി എടുക്കും. ഞാൻ അതിന്റെ ആ ഉണങ്ങിയ കയ്യൊക്കെ കണ്ടിൽ നിന്ന് കയറുന്നു വേണ്ട. ചുമ്മാ കുഴപ്പമില്ലടാ, നീ അത് എടുത്തിട്ട് വാ. വേണ്ടെന്നേ, ഞാൻ കൊത്ത കുറച്ച് ആവശ്യമില്ലാത്ത പണിക്കൊന്നും വേണ്ട. ഞാൻ ജെല്ലി എടുത്തിട്ട് വാ. അങ്ങോട്ടൊക്കെ പോണ സൂക്ഷിച്ചു വേണേ, ഇവിടെ പാമ്പും പഴുതാരൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ ചീരത്തോട്ടത്തിൽ പോയി നിൽക്കുമ്പോൾ സൂക്യം പോലെ അല്ല. അതെന്താ ആ ഇലയൊക്കെ കൊടുത്തിട്ട് ഇതിലിട്ടാലേ വളമായി പോവും. അതാ അതൊക്കെ വെട്ടിയിട്ട് ഇതിൽ കൊടുത്തിട്ട്. അല്ല, അതൊന്ന് കുത്തി കളച്ചിടണം, എങ്കിലേ കൊള്ളാവൂ. ഞാൻ വരാം. സത്യം, ഞാൻ വെറുതെ പറഞ്ഞല്ല. രാപ്പകൽ സമരം കയറി ഹിറ്റായെന്ന്. പത്രത്തിനകത്ത്, യൂട്യൂബിനകത്ത്, TV-ക്കകത്ത് മൊത്തം അച്ചമ്പയുടെ ഫോട്ടോ ഇല്ലേ വന്നേക്കുന്നത്. ആന്നേ, നിനക്കിപ്പോ നിന്റെ ഫോട്ടോ പറഞ്ഞു. ഈ രാവിലെ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന എടാ 2 ദിവസം നീ അവിടെ കുത്തിയിട്ട് നിന്റെ ഫോട്ടോയും വരും. എടാ അവിടെ
ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു 10 മണി വരെ പോലീസുകാരും അല്ല ഫോട്ടോക്കാരും അവരൊക്കെ വന്ന് നിൽക്കും, പത്രക്കാരെല്ലാം. കാരണം എന്താണ്, മന്ത്രിമാരും ബ്രഹ്മമാരൊക്കെ വന്ന് പോകുന്നതല്ലേ. അപ്പോൾ സമരം ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് അവിടെയാണ് പോയിരിക്കുന്നത്. അവിടെ ഏവം പോയിരുന്നാലും എടുക്കും. വലിയ പ്രാധാന്യമുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലുള്ള വായി നോക്കിയുള്ള ഫോട്ടോ വരും. പ്രാധാന്യം ഇല്ലാത്ത വാർത്തയല്ലേ ഇത്, പ്രാധാന്യമുള്ള വാർത്ത തന്നെ. എടാ ഇതിലും പ്രാധാന്യമുള്ള വാർത്തയിലടാ പെണ്ണുങ്ങൾ അവിടെ സമരം ചെയ്യണം. എത്ര കാലമായി വല്ലതും നടന്ന? നമ്മളിതിങ്ങനെ നിസ്സാരമാക്കി വെച്ചു കഴിഞ്ഞാൽ എങ്ങാനും ഇത് മന്ത്രിസഭയിലേക്ക് എത്തി, ഇതൊരു വിളി വന്ന് മേളിൽ നിന്ന് വിളി വരുവാന്നുണ്ട്, CCTV ഫൂട്ടേജ് സ്റ്റേഷൻകാർ കൊടുത്തേ പറ്റൂ. മറ്റപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ പെടും. ഞാൻ അതേ പറയുന്നത്. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആ ഈ സമരം നീളുകയാണെങ്കിലേ ഈ രാത്രിയും പകലിരുന്നുള്ള സമരല്ലേ, ക്ലീറ്റോ അല്ലേ, എത്ര ദിവസം ഇരിക്കും നമുക്ക് കാണാം. അങ്ങനെയാന്ന് ഞാനൊരു സത്യം പറയാം. നമ്മൾ 3 പേരല്ലാതെ വേറെ ആളറിയാം. എന്താടാ? എന്ത്? ക്ലീറ്റോ മച്ചമ്പി എന്നും പാതിരാത്രി വരുന്നുമുണ്ട്, വെളുപ്പിന് അവിടുന്ന് പോകുന്നത്. ഇവിടേക്ക് വരുന്നുണ്ടോ? അവിടെ കിടക്കാനൊന്നും സൗകര്യമില്ലെന്ന്, അവിടെ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അണ്ടകൊണ്ടം പാതിരാത്രി അമ്മ മച്ചമ്പി വരും, എന്നിട്ട് വെളുപ്പിനെ പോകും. ഇവിടെ വരുന്നുണ്ടോ? വീട്ടിൽ വരും. എടാ ഇവിടെ വരുമ്പോൾ അപ്പം രാത്രി എങ്ങാനും വല്ലവരും വരുമ്പോൾ ഈ സമരപ്പന്തലിൽ അവനെ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ലേ? അവിടെ ഒരാൾ പുതച്ചു കൂടിയും കിടക്കുന്നേ, രാത്രി ആരാണ്ട് വരുന്നു. ഞാൻ പറഞ്ഞത് പറയല്ലേ. അല്ല, എന്നിട്ട് തങ്കം ഒന്നും പറഞ്ഞില്ലല്ലോ. തങ്കത്തിന് അറിയില്ല ഇപ്പം അവളെന്താ പറഞ്ഞു? പറയുന്നില്ല, പറയണ്ടെന്ന് തീരുമാനിച്ചായിരിക്കും. എന്നും രാത്രി അവൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ. ഏയ് പക്ഷെ സമരം കയറി കൊളുത്തുകയും ചെയ്യും. ക്ലീറ്റ ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്ന നേതാവെന്താ ഈ നേരത്തിവിടെ? അമ്മാവ സത്യം പറയട്ടാ, സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം കിടക്കണവർ സമ്മതിക്കണം. ഒടുക്കത്തെ കൊതു കിടന്നിട്ട് ഉറക്കം വരണില്ല, കടിച്ച് തലക്ക് ബലം. അതിന് എടാ, നീ ഒരു പൊതുപ്രവർത്തകനല്ലേടാ. പറയുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും ഒരു സത്യസന്ധത പുലർത്തണ്ടേ? നീ അവിടെ നിന്ന് ആരെങ്കിലും കണ്ടാ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ? അറിയില്ല, അത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 2 തലേണയും ഒരു തോർത്തും വെച്ച് ആൾ രൂപം ഉണ്ടാക്കി മൂടി കിടത്തിയിട്ടാണ് ഞാൻ ഇനി പോകുന്നത്. നീ ഇപ്പൊ ഒരു നമുക്കറിയോ? അത് ശരി. എടാ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്? സ്വന്തം അളിയൻ്റെ ജോലി പോകുന്ന അറിഞ്ഞിട്ടില്ല നീ ഈ സമരം ചെയ്യണം. ഈ സമരം ജയിക്കാൻ പാടില്ല, ഇത് പൊളിക്കണം, ഇത് നാട്ടുകാരെ വിളിച്ച് അറിയിക്കണം. അല്ലടാ നീ എന്ത് പണിയടാ കാട്ടി? ഇതിനാണ് എത്ര നേരം ഉറക്കൊഴിച്ചിരുന്നത് അവനെ കയ്യോടെ പിടിച്ചത്? അമ്മാവാ, എന്നെക്കുറിച്ചോ എൻ്റെ ജോലിയെക്കുറിച്ചോ എൻ്റെ ഭാവിയെക്കുറിച്ചോ അവന് യാതൊരു വിചാരവുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ. അവനെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാര്യം പറഞ്ഞല്ലോ, അത് മതി. എന്താ ഒന്നുമില്ല, ഉറങ്ങട്ടെ. കഷ്ടം. ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞെങ്കിൽ ഈ നേതാവിന് മനുഷ്യരെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിന്റെ കെട്ടിയോനെ നേരായ വഴിക്കുള്ള സമരമൊന്നും അറിയില്ലേ? ചേച്ചിക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ചേച്ചി. എന്റെ മാമി, ഞാൻ പോലും ഇപ്പോഴറിയണേ. പിന്നെ അല്ലാതെ കൈയും കാലും പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചേക്കുവാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയും നിന്നോട്? ആരോടും പറയരുതെന്നാ പറഞ്ഞത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സത്യം ഏട്ടൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെ പറഞ്ഞിട്ടില്ലേ? ഇടോക്ക് അവനെ കയ്യോടെ പിടിച്ച സമയത്ത് ഞാൻ എല്ലാവരും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിന്നതാ. അപ്പൊ പാവം കനകൻ എന്നോട് പറഞ്ഞു, വേണ്ട മാമത് ആരും അറിയണ്ട, കാരണം അവരുടെ മുമ്പിൽ അവൻ ചമ്മി നിൽക്കുന്നത് കാണാൻ സ്നേഹമുണ്ട്. അവനത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു അക്ഷരം ഉണ്ടാഞ്ഞ് നിങ്ങളോട്. ഇവർക്ക് ആർക്കും ഇല്ല സ്നേഹം ആ മനുഷ്യനോട്.
നിന്റെ ആങ്ങളെ വരുമ്പോ ചോദിച്ചു നോക്ക് ഞാൻ എന്താ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. പിന്നെ ആ ഈ രാപ്പകൽ സമരം ചെയ്യണ നേതാവ് എന്താ ഇറങ്ങി നടക്കണ്? സമരം പൊട്ടിയാ? എന്തേ? മച്ചമ്പിയുടെ രാപ്പകൽ സമരം വിജയിച്ച് 2.5 വർഷം മുമ്പുള്ള ലോക മർദ്ദനത്തിന്റെ CCTV പുറത്തു വിട്ടു. 5 പോലീസുകാർക്ക് സസ്പെൻഷൻ. കനക ചെല്ലിപ്പട്ടെ, വിഷമിക്കണ്ട. ആ 5 പേര് നമ്മുടെ കനക മച്ചമ്പി ഇല്ല, ഡ്യൂട്ടി പോലീസുകാരല്ല വർദ്ധിച്ചത്, ഷാഡോ പോലീസാ. ഷാഡോ 5 എണ്ണത്തിനെ സസ്പെൻഡ് ചെയ്ത്. ആര് കാരണം? മച്ചമ്പി കാരണം. വൈകിട്ട് ജംഗ്ഷനിൽ ഭയങ്കര സ്വീകരണമൊക്കെയാ. ക്ലീറ്റോന്റെ സമരം വിജയിച്ചു. 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത്. നീ അതിലില്ലടാ. എന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നിട്ടെന്താ പറയാഞ്ഞത്? എന്തോന്ന് ഞാൻ നിരപരാധിയാണെന്ന്? ഈ പ്രശ്നം ഉണ്ടായ ദിവസം മുതൽ നിങ്ങളോട് എല്ലായിടത്തും ഞാൻ മാറി മാറി പറയുന്നില്ല ഞാൻ നിരപരാധിയാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാനൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരും വിശ്വസിച്ചാ? ഇപ്പൊ കേസ് തെളിയിച്ചു, മനസ്സിലായി. പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ. എന്തായാലും എനിക്കിട്ട് പണിയാൻ നോക്കുകയാണെങ്കിലും ആദ്യമായിട്ട് ഒരു സമരം വിജയിച്ചല്ലോ നീ, സന്തോഷം. പിന്നെ ഒരു കണക്കിന് നന്നായി, ഇവൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ പുഴുക്കുത്ത് പിടിച്ച കുറച്ച് പോലീസുകാരെ പൊക്കാൻ പറ്റി, അത് നന്നായി. എന്റെ 10 തലയുള്ള രാവണൻ. ജയ്